ഹായ് കൂട്ടുകാരെ, 2025 PSC വിളിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനുകൾ ഏതൊക്കെയാണ് എന്ന് പലതരത്തിലുള്ള കമന്റുകൾ നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ജനറൽ ആയിട്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന 2025 പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും LDC, LP, UP, LGS ഒക്കെ റിവിഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും. നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഈ ഒരു LDC തന്നെ അല്ലെങ്കിൽ LP, UP തന്നെ അടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട അവസരങ്ങൾ കൂടി ഒന്ന് അറിഞ്ഞു പോകാം. അപ്പൊ ഞാനിവിടെ ഇപ്പോൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ജനറൽ നോട്ടിഫിക്കേഷൻ കേട്ടോ. അതായത് നമുക്കറിയാം പൊതുവെ ഇപ്പോൾ ഡ്രൈവർ, അതേപോലെ തന്നെ നമ്മുടെ ടൈപ്പിസ്റ്റ്, അങ്ങനെ തുടങ്ങി കുറേയധികം പോസ്റ്റുകളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല. പൊതുവെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ജനറൽ പോസ്റ്റുകളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അതിൽ തന്നെ നമുക്കറിയാം 10ാം ക്ലാസ് യോഗ്യതയിൽ 7 മുതൽ 10ാം ക്ലാസ് വരെ യോഗ്യതയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന, അതുവരെ വിദ്യാഭ്യാസ യോഗ്യതയിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. അതേപോലെ തന്നെ +2 യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. പ്രധാനമായിട്ടും യൂണിഫോം പോസ്റ്റുകൾ തന്നെയാണ്. അതേപോലെ തന്നെ ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ എന്താണ്, ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഒരു കാര്യം കൂടി പറയട്ടെ, ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഈ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ, ഇതിനെല്ലാം കൂടി നിങ്ങൾക്ക് ഒരൊറ്റ വർഷം തയ്യാറെടുക്കാം 999 രൂപയ്ക്ക്. അതായത് ഒരു വർഷം PSC പരിശീലനത്തിന് ഇനി നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടതില്ല. അതായത് ഇപ്പൊ നിങ്ങൾ 999 രൂപ അടച്ച് എൻട്രി ആപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഇനി PSC പഠിക്കാനായിട്ട് മറ്റു പൈസ മുടക്കേണ്ടതില്ല. ഈ ഒരൊറ്റ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഈ വരാനിരിക്കുന്ന ഞാൻ ഈ പറയാൻ പോകുന്ന നോട്ടിഫിക്കേഷനുകൾക്ക് എല്ലാം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ മറ്റു പൈസകളൊന്നും അടക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഓരോ കോഴ്സിന്റെ ഇപ്പൊ സെക്രട്ടറി ടെസ്റ്റിന് വരാൻ പോകുന്ന അപ്പൊ അതിന്റെ ക്ലാസ്, CPOയുടെ ക്ലാസ്, SCയുടെ ക്ലാസ്, അങ്ങനെ തുടങ്ങിയിട്ട് വരാനിരിക്കുന്ന എല്ലാ കോഴ്സുകളുടെയും വീഡിയോ ക്ലാസ്സുകൾ, എക്സാമുകൾ, മുൻവർഷ ചോദ്യങ്ങൾ, മാതൃകാ ചോദ്യങ്ങൾ, PDF നോട്ട്സ്, ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ 999 രൂപ എന്ന ആ ഒരു ചെറിയ പേയ്മെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു വർഷം നിങ്ങൾക്ക് PSC പഠിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്യാപ്ഷൻ തന്നെ ഇട്ടത്. ഒരു വർഷം PSC പഠിക്കാനായിട്ട്, പരിശീലനത്തിനായിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടതില്ല. ഈ ഒറ്റ പേയ്മെന്റ് മാത്രം. ഇതൊരു ഓഫർ പ്രൈസ് ആണ് 1 ഇയർ എൻട്രിയുടെ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ലിങ്ക് ഉണ്ട്, താഴെ പിൻ കമന്റിൽ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ആ ലിങ്ക്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, നേരെ കയറിയിട്ട് എന്ത് ചെയ്യുക, പേയ്മെന്റ് ചെയ്യുക. ഈ ഒറ്റ പേയ്മെന്റേ ഉള്ളൂ. ഇതൊരു ഓഫർ സെയിലാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഈ ഒരു മന്ത് എൻഡിൽ തന്നെ ഇത് ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഇതിലേക്ക് പോകാം. അപ്പൊ അതിന് മുമ്പ് നമ്മുടെ ഈ 999 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ലഭിക്കേണ്ടതെന്ന് അറിയണ്ടേ? അത് ജസ്റ്റ് ഒന്ന് ഫീച്ചേഴ്സ് പറയുകയാണ്. അപ്പൊ നിങ്ങൾ ഈ 999 രൂപ മുടക്കി കഴിഞ്ഞാൽ ഒരു വർഷം നിങ്ങൾക്ക് എൻട്രി ആപ്പ് ഉപയോഗിക്കാം. ആ എൻട്രി ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ? ഓൾ PSC ജനറൽ കോഴ്സ്. അതായത് ഇപ്പൊ ഞാനിപ്പോ പറയാൻ പോകുന്ന ഈ നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ, അതിന്റെ എല്ലാം സെപ്പറേറ്റ് കോഴ്സുകൾ. അല്ല ഓരോന്നിനും ഓരോ പൈസ അടയ്ക്കണ്ട, ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഈ പറയുന്ന 10th ലെവലും +2 ലെവലും ഡിഗ്രി ലെവൽ മുഴുവൻ കോഴ്സുകൾ നിങ്ങൾക്ക് ഈ ഒറ്റ പേയ്മെന്റിലാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ, സബ്ജക്ട് വൈസ് വീഡിയോ ക്ലാസ്സുകൾ, ടാസ്ക് വൈസ് വീഡിയോ ക്ലാസ്സുകൾ. ഓരോ ദിവസം ഇന്ന പഠിക്കാനായിട്ട് ഡെയിലി ഡേ 1, ഡേ 2 എന്ന് പറഞ്ഞിട്ട് ടാസ്ക് വൈസ് ആയിട്ടും ഉണ്ട്, സബ്ജക്ട് വൈസ് ആയിട്ടും ഉണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക്, ഇതുവരെ PSC ചോദിച്ച മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറും. അതുപോലെ മോഡൽ എക്സാംസ് ഡെയിലി ഓരോ സബ്ജക്റ്റിന്. ഇപ്പം 10th ലെവൽ ഇപ്പൊ SIക്കാണ് SIയുടെ മോഡൽ എക്സാം, CPOക്കാണ് CPO, WCPO, LDC ആണ് LDC. അങ്ങനെ ഓരോന്നിനും സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് മോഡൽ എക്സാം, കറണ്ട് അഫേഴ്സ് സ്പെഷ്യൽ ആയിട്ട് അതിന്റെ വീഡിയോ ക്ലാസ്, ഡെയിലി കറണ്ട് അഫേഴ്സ്, മന്ത്ലി കറണ്ട് അഫേഴ്സ്, വീക്ക്ലി കറണ്ട് അഫേഴ്സ്, ഇയർലി കറണ്ട് അഫേഴ്സ്, ഇതേപോലെ തന്നെ വീഡിയോ ക്ലാസും എക്സാമും PDF നോട്ടും ഇതേപോലെ തരംതിരിച്ചു തരുന്നു. അതേപോലെ ഡെയിലി ലൈവ് എക്സാംസ് ഉണ്ട്, സബ്ജക്ട് വൈസ് എക്സാംസ് ഉണ്ട്, SCRT NCRTയുടെ ഫുൾ പാക്കേജസ് ഉണ്ട്, PSC ബുള്ളറ്റിനുണ്ട്, അതേപോലെ തന്നെ PDF നോട്ട്സ് ഉണ്ട്. ഇതിന്റെയൊക്കെ PDF നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത്രയും ഫീച്ചേഴ്സും കൂടിയാണ് 999 രൂപ വരുന്നത്. മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. 7306186844. ഒരു സംശയവും വേണ്ട. ഒരു താഴെ ഒരു ലിങ്ക് ഇട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് പേയ്മെന്റ് ചെയ്യാം. ഒരു സംശയം വേണ്ട കേട്ടോ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് പോവാം. അപ്പൊ നമുക്ക് 10th ക്വാളിഫിക്കേഷനിൽ പ്രധാനപ്പെട്ട എന്തൊക്കെ പോസ്റ്റുകളാണ് വരാൻ പോകുന്നത്? അതിലൊന്ന് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് 10th ലെവലില് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ. 2025 തുടക്കം തന്നെ പ്രതീക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷൻ ആണ്. അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, രണ്ടാമത്തെ പ്രധാനപ്പെട്ട 10th ലെവലിലുള്ളത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വരുന്നുണ്ട്. അതും 10th ലെവലാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വരുന്നത്. പിന്നീടുള്ളത് LGS ആണ്, കമ്പനി കോർപ്പറേഷനിലേക്ക് LGS ആണ്. അത് തുടക്കത്തിൽ ഉണ്ടാവില്ല, 2025 തന്നെ പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മധ്യത്തോടു കൂടി തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് LGS കമ്പനി കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ അത്രയും സാധനങ്ങളാണ്: അസിസ്റ്റന്റ് സെയിൽസ്മാൻ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, LGS കമ്പനി കോർപ്പറേഷൻ. ഇത്രയുമാണ് 10th ലെവലിൽ നമുക്ക് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് കൂടാതെയുള്ള കുറെ ചെറിയ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഒക്കെ വേറെ കുറെ വരും. ജനറൽ ആയിട്ട് വരുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഇവയൊക്കെയാണ്. ഇനി നിങ്ങൾക്ക് ഇതിനെ ഓരോന്നിനെയും കീറി മുറിച്ച് നമ്മൾ പുതിയ വീഡിയോസ് നമ്മൾ പിന്നാലെ വരുന്നുണ്ട്. അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഇപ്പോഴുള്ള കഴിഞ്ഞ കട്ട് ഓഫ് എങ്ങനെയായിരുന്നു, അതുപോലെ അതിന്റെ സാധ്യതകൾ എത്രത്തോളമാണ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ പോസ്റ്റിനെയും വേർതിരിച്ചുകൊണ്ട് നമ്മൾ പിന്നീട് ചെയ്യുന്നതാണ്. ഇപ്പൊ ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തത് 12th ക്വാളിഫിക്കേഷൻ ആണ്. 12ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ. നിങ്ങൾക്ക് +2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിയും? അതിലൊന്ന് സിവിൽ പോലീസ് ഓഫീസറാണ്, CPO ആണ്.
നമുക്കറിയാം CPO അല്ലെങ്കിൽ യൂണിഫോം തസ്തിക എന്ന് പറയുന്ന അതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 1 വർഷം ആയതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കും. അത്തരത്തിൽ സിവിൽ പോലീസ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ 2025 വരും, സിവിൽ എക്സൈസ് ഓഫീസറിന്റെ വരും, ഫയർമാൻ വരും, ഫയർ വിമൻ വരും, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വരും, അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ, ടെലി കമ്മ്യൂണിക്കേഷൻ വരും. ഇത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഇത് ITA കോഴ്സ് ഉള്ളവർക്ക്, ഇത് ITA ഈ ടെലികമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് ITA സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കോഴ്സ് ചെയ്തവർക്ക് മാത്രം, ITA കോഴ്സ് ചെയ്തവർക്ക് മാത്രമേ ഈ ഒരു ടെലി കമ്മ്യൂണിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ എൻട്രി ആപ്പിൽ ഇത് ജനറൽ കോഴ്സിനകത്തല്ല വരുന്നത്, സ്പെഷ്യൽ ആയിട്ടുള്ള നിങ്ങൾക്ക് സ്പെഷ്യൽ പഠിക്കാനുള്ള ഇപ്പം സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്ന കോഴ്സിന് പ്രത്യേക കോഴ്സാണ് കേട്ടോ, അത് ജനറൽ കോഴ്സിൽ വരില്ല. അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ, മൗണ്ടഡ് പോലീസ് എന്ന് പറയുന്ന ഇതും ഈ പറയുന്ന എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയില്ല. കുതിര സവാരി പരിശീലനം നടത്തിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഫോഴ്സ് ജോലികളാണ് പ്രധാനമായിട്ടും +2 ക്വാളിഫിക്കേഷനിൽ നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട പോസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇതൊക്കെ 2025 തന്നെ വരും. അടുത്തത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണ്. ഡിഗ്രി ക്വാളിഫിക്കേഷൻ എല്ലാവരും വളരെ ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. നിലവിലത്തെ റാങ്ക് ലിസ്റ്റിന്റെ നമ്മൾ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇത് 2024 തന്നെ നവംബറോ അല്ലെങ്കിൽ ഡിസംബറോട് തന്നെ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ നവംബറിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 2025 പ്രിലിംസും മെയിൻസും നടക്കാനായിട്ട് പോകുന്നത്. അടുത്ത സബ് ഇൻസ്പെക്ടർ ആണ്. സബ് ഇൻസ്പെക്ടർ വീണ്ടും നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ 2024 അവസാനത്തോടു കൂടിയോ 2025 തുടക്കത്തിൽ തന്നെ പ്രതീക്ഷിക്കുന്നു. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, സബ് ഇൻസ്പെക്ടർ തന്നെ ആമഡും ഉണ്ട്, മറ്റേതുണ്ട്, സ്റ്റേഷനും ഉണ്ട്. അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ നമ്മൾ ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ അസിസ്റ്റന്റ് ജയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അസിസ്റ്റന്റ് ജയിലും നമ്മൾ ഈ പറയുന്നത് പോലെ ഡിഗ്രി ക്വാളിഫിക്കേഷനിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റാണ്. പിന്നെ ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഫോഴ്സുകൾക്കാണെങ്കിൽ അവിടെ എന്ത് വരും, നമുക്ക് എപ്പോഴും അവിടെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ കൂടി അവിടെ വരുന്നുണ്ട് എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഏജ് ലിമിറ്റ് ആണെങ്കിലും പൊതുവെ ഇപ്പൊ സെക്രട്ടറി അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള പോസ്റ്റുകൾക്കൊക്കെ നമുക്ക് വരുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18-36 വയസ്സാണ്. അതിൽ തന്നെ SC/ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 5 വർഷത്തെ വയസ്സിലും ഉണ്ട്, 41 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. OBC കാറ്റഗറിക്കാരനാണെങ്കിൽ 3 വർഷത്തെ വയസ്സിലുമുണ്ട്, 39 വയസ്സുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാൽ ഫോഴ്സിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ഫോഴ്സിലേക്ക് അവിടെ ഒരു ഏജ് ലിമിറ്റ് കുറച്ചും കൂടി കുറയുന്നുണ്ട്. ജനറൽ ഏജ് ലിമിറ്റ് അല്ല അവിടെ വരുന്നത് എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ഇത്രയും പോസ്റ്റുകളിലേക്കൊക്കെ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി എൻട്രി ആപ്പിലൊക്കെ 1 ഇയർ ഫൗണ്ടേഷൻ ഗോൾഡ് ബാച്ച് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, മെന്റർഷിപ്പ് വേണം, എനിക്ക് മടിയാണ്, എന്നോടൊപ്പം ഒരാൾ കൂടെ നിന്നുകൊണ്ട് പഠിപ്പിക്കാൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇനി അങ്ങനെയൊന്നും അല്ല, എനിക്ക് ഞാൻ പഠിക്കാൻ ഒരുക്കമാണ്, എനിക്ക് ഇത്രയും കണ്ടന്റ് കിട്ടിയാൽ മതി, എനിക്ക് കൃത്യമായിട്ട് നോട്ടിൽ പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ 999 രൂപയ്ക്ക് എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. 1 വർഷം മക്കളെ നിങ്ങൾക്ക് PhD പഠിക്കാം. വേറെ ഒരു മുതൽ മുടക്കില്ല, 999 രൂപ അടയ്ക്കുക, 1 വർഷം PhD പഠിക്കുക. ഈ പറയുന്ന എല്ലാ കോഴ്സും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യാനായിട്ട് താഴെ ഒരു ലിങ്ക് എന്ന് പറഞ്ഞിട്ടില്ലേ, ആ പേയ്മെന്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരത്തെ ഇതേപോലത്തെ ഒരു പേജിലേക്കാണ് പോകുന്നത്. ഈ പേജിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഇവിടെ ബൈ കോഴ്സ് എന്ന് കാണാം, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ അടുത്ത ഈ കാണുന്ന പേജ് വരും. ആ പേജിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കുക, അതുപോലെ നിങ്ങളുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ സെൻഡ് OTP എന്ന് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ OTP വരും നിങ്ങളുടെ ഫോണിലേക്ക്. നിങ്ങൾ ഏത് നമ്പറാണ് കൊടുത്ത് ആ നമ്പറിലേക്കാണ് OTP വരുന്നത്. ആ OTP അടിച്ചു കൊടുക്കുക, ബൈനോ കൊടുക്കുക. ബൈനോ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഗൂഗിൾ പേ അതുപോലെ കാർഡൊക്കെ വെച്ചിട്ട് പേയ്മെന്റ് ചെയ്യാം. സോ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, പേയ്മെന്റ് ചെയ്യുക. പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫോണിൽ ഓൾറെഡി മെസ്സേജ് വരും, ടെക്സ്റ്റ് മെസ്സേജ് വരും. എൻട്രിയുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് വരും. നിങ്ങൾ ഏത് നമ്പറിലാണോ നിങ്ങൾ പർച്ചേസ് ചെയ്ത് ആ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻട്രി ആപ്പ് ഓപ്പൺ ചെയ്യുക. പരിധിയില്ലാതെ 1 വർഷം പരിശീലിക്കുക. കണ്ടമാന എക്സാമുകൾ നിങ്ങൾ കയറി ഒന്ന് നോക്കിയിട്ട് മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. കൂട്ടുകാരെ, ഇതുപോലൊരു ഓഫർ വരില്ല, മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷനുകൾക്ക് വേണ്ടിയിട്ട് എല്ലാം നിങ്ങൾക്ക് എൻട്രി ആപ്പിലൂടെ 1 വർഷം പ്രയോജനപ്പെടുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോസ്റ്റുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് പിന്നീട് വരുന്നതാണ്. മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഈ ഓഫറും മന്തെൻഡിലാണ്, അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് പേയ്മെന്റ് മാറും. അപ്പൊ അതുകൊണ്ട് മാക്സിമം പ്രയോജനപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതാണ്. ബൈ.